ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ അവധിക്കാലത്ത് നമ്മുടെ മക്കൾക്ക് നല്ല സ്വീറ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാൽ കൊഴുക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. മിക്കവാറും എല്ലാവർക്കും അറിയുണ്ടാവും. എന്നാലും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. ഇതാ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, സാധാ അരിപ്പൊടി കേട്ടോ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നമുക്ക് കുഴക്കാനൊക്കെ ആവുമ്പോൾ നമ്മൾ പത്തിരി ഒക്കെ ഉണ്ടാക്കണ അതുപോലെ ഉരുളകളാക്കി ആക്കൂലേ, ആ ഒരു പരുവത്തിൽ കുഴച്ചിട്ട് എടുക്കുക. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അതുപോലെ കുഞ്ഞ് വെള്ള മുത്തുമണികളാക്കിയിട്ട് എടുക്കുക. കയ്യിൽ കുറച്ച് എണ്ണ അല്ലെങ്കിൽ വെള്ളമോ തടവിയതിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇതാ നല്ല കുഞ്ഞ് ബോൾസായിട്ട് കിട്ടും. ഇതൊരു വലിയ പാടൊന്നുമില്ല കേട്ടോ. അത്രയും പെട്ടെന്ന് ഇത്രയും ബോൾസാണ് ഇതൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ആവി കയറ്റിയിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി തട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാതും ഇതിലേക്ക് കൊട്ടി കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് അത്രയും മതി കേട്ടോ, ഒന്ന് ആവി കയറ്റിയെടുക്കുക. എന്നിട്ട് ഇതാ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാതും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക്, ഒരു ചട്ടിയിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ അത് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് പാല് പിരിയാതെ തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളകളുണ്ടല്ലോ, അതുകൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് കുറുകി കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് തീ ഒന്ന് മീഡിയത്തിലിട്ടിട്ട് ഇതുപോലെ കുറുക്കിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ കുറുകി വരും. അത്രയേ ഉള്ളൂ, വലിയ പാടൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. പിന്നെന്താ, ഇത് കഴിച്ചിട്ടുള്ളവരൊക്കെ ഒരു അഭിപ്രായം പറയും. കഴിക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.